സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ 25-കാരിക്കെതിരെ പോലീസ് കേസെടുത്തു. തളിപ്പറമ്പ് പുളിപ്പറമ്പ സ്വദേശി സ്നേഹ മെർലിനെതിരെയാണ് മേൽപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത്. പ്രതിക്കെതിരെ സഹോദരങ്ങളായ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പീഡിപ്പിച്ചതുൾപ്പെടെ 4 കേസുകൾ നിലവിലുണ്ട്. കാഞ്ഞങ്ങാട് നഗരത്തിൽ സ്ഥാപനത്തിന് തീപിടിച്ചു. തീപിടുത്തത്തിൽ 8 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. ട്രോളിംഗ് കാലത്ത് ഗുണമേന്മയുള്ള മത്സ്യലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ മൺസൂൺ മത്സ്യസമൃദ്ധി പദ്ധതിയുടെ വിളവെടുപ്പ് കവ്വായിക്കായലിൽ തുടക്കമിട്ടു. വലിയപറമ്പ് പഞ്ചായത്തിലെ മടക്കാലിൽ പവിത്രൻ എന്ന കർഷകന്റെ പച്ചക്കാലൻ ഞണ്ട് വിളവെടുപ്പ് നടത്തി. കായിക താരം സ്വന്തം റെക്കോർഡ് ഭേദിക്കുന്നത് പോലെ നമ്മുടെ നാട് പച്ചപ്പിന്റെ റെക്കോർഡ് ഭേദിക്കണമെന്ന് ചലച്ചിത്ര നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ അഭിപ്രായപ്പെട്ടു. ജൂൺ 23-ന് തൃക്കരിപ്പൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഒളിമ്പിക് ഫോറസ്റ്റ് വൃക്ഷത്തൈ നടൽ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫാൻ ഷോ, റാലി, പെനാൽറ്റി ഷൂട്ടൌട്ട്, പ്രവചന മത്സരം എന്നിവ സംഘടിപ്പിച്ച് ലോകകപ്പിനെ വരവേറ്റ് രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KSSPA കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു ഏകദിന ശില്പശാല നടന്നത്. വേൾഡ് കപ്പ് ഫുട്ബോളിനെ വരവേറ്റ് മടിക്കെ ചെഗുവര സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വിളംബര റാലി ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ 25-കാരിക്കെതിരെ പോലീസ് കേസെടുത്തു. തളിപ്പറമ്പ് പുളിപ്പറമ്പ സ്വദേശി സ്നേഹ മെർലിനെതിരെയാണ് മേൽപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത്. പ്രതിക്കെതിരെ സഹോദരങ്ങളായ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പീഡിപ്പിച്ചതുൾപ്പെടെ 4 കേസുകൾ നിലവിലുണ്ട്. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 16-കാരിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ 25-കാരിക്കെതിരെ മേൽപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസക്കാരിയായ പെൺകുട്ടിയുടെ പരാതി പ്രകാരം തളിപ്പറമ്പ് പുളിപ്പറമ്പ സ്നേഹ മെർലിനെതിരെയാണ് കേസ്. പ്രതിക്കെതിരെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ 3 പോക്സോ കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു. 2 കേസുകൾ സഹോദരങ്ങളായ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പീഡിപ്പിച്ചതിനാണ്. 3-ാമത്തെ കേസ് മറ്റൊരു ആൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസക്കാരിയായ പെൺകുട്ടിയുടെ മാതാവിന്റെ സുഹൃത്താണ് സ്നേഹ മെർലിൻ. പ്രതി ഒരു ദിവസം വീട്ടിലെത്തിയപ്പോൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ഭയം കാരണം പെൺകുട്ടി സംഭവത്തെക്കുറിച്ച് ആരോടും പറഞ്ഞിരുന്നില്ല. കൗൺസിലിംഗിനു വിധേയയാക്കിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. തുടർന്ന് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. തളിപ്പറമ്പിലെ CPI നേതാവ് കോമത്ത് മുരളിയെ മർദ്ദിച്ച കേസിലെ പ്രതി കൂടിയാണ് സ്നേഹ മെർലിൻ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് നഗരത്തിൽ സ്ഥാപനത്തിന് തീപിടിച്ചു. തീപിടുത്തത്തിൽ 8 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നഗരത്തിൽ സ്ഥാപനത്തിന് തീപിടിച്ചു. വ്യാഴാഴ്ച രാത്രി 8:30ഓടെയായിരുന്നു അപകടം. ഫയർഫോഴ്സ് എത്തി തീയണച്ചതിനാൽ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പടരുന്നത് ഒഴിവായി. പഴയ കൈലാസ് തിയേറ്ററിന് എതിർവശം മാൾ ഓഫ് ഇന്ത്യ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഇംപ്ര ലേബർ കട്ടിംഗ്, ഫ്ലെക്സ് പ്രിന്റിംഗ്, അഡ്വർടൈസിംഗ് സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. മാണിക്കോത്ത് സ്വദേശി നസീമിന്റേതാണ് സ്ഥാപനം. മെഷീൻസ് ഉൾപ്പെടെ കത്തിനശിച്ചു. 8 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് കരുതുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ട്രോളിംഗ് കാലത്ത് ഗുണമേന്മയുള്ള മത്സ്യലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ മൺസൂൺ മത്സ്യസമൃദ്ധി പദ്ധതിയുടെ വിളവെടുപ്പ് കവ്വായിക്കായലിൽ തുടക്കമിട്ടു. വലിയപറമ്പ് പഞ്ചായത്തിലെ മടക്കാലിൽ പവിത്രൻ എന്ന കർഷകന്റെ പച്ചക്കാലൻ ഞണ്ട് വിളവെടുപ്പ് നടത്തി. പൊതുജനങ്ങൾക്ക് ട്രോളിംഗ് സമയത്ത് ഗുണമേന്മയുള്ള മത്സ്യം ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായാണ് മത്സ്യകർഷകൻ വലിയപറമ്പ് മാടക്കാലിലെ പവിത്രന്റെ നേതൃത്വത്തിലിറക്കിയ ഞണ്ട് ഫാറ്റനിംഗ് യൂണിറ്റിന്റെ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തിയത്. ഫിഷറീസ് വകുപ്പ് ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയിൽ 4 ഞണ്ട് ഫാറ്റനിംഗ് യൂണിറ്റുകളാണ് നടത്തിവരുന്നത്. മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ശേഖരിക്കുന്ന വാട്ടർ ക്രാപ്പ്,
പൊതുജലാശയങ്ങൾ പ്രത്യേകമായി തയ്യാറാക്കിയ ഡ്രമ്മുകളിൽ നിക്ഷേപിച്ച് പരമാവധി 40 ദിവസങ്ങളിൽ തീറ്റ നൽകി മഡ് ക്രാബാക്കി മാറ്റുന്ന ഞണ്ട് ഫാറ്റനിങ് കൃഷി കവായി കായലിലും വ്യാപകമാക്കാനുള്ള ശ്രമമാണ് നടന്നുവരുന്നത്. തൊഴിലാളികളിൽ നിന്നും 500 രൂപ നിരക്കിൽ ശേഖരിക്കുന്ന വാട്ടർ ഞണ്ട് മഡ് ക്രാബായി മാറുമ്പോൾ കർഷകന് കിലോയ്ക്ക് 3000 രൂപ വരെ ലഭിക്കുന്നുവെന്നത് കൂടുതൽ കർഷകർ രംഗത്തേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഫിഷറീസ് വകുപ്പ് പ്രോജക്റ്റ് പ്രകാരം 1,50,000 രൂപ ചെലവ് വരുന്ന ഈ പദ്ധതിക്ക് 40% സബ്സിഡിയും ലഭിക്കുന്നുണ്ട്. മാടക്കാലിൽ നടന്ന പച്ചക്കാലൻ ഞണ്ട് വിളവെടുപ്പ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ എൻ ഷീബ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം കെ മുഹമ്മദ് റാഫി, ഫിഷറീസ് എക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ ടി വി സുജിത്ത്, പി വി പ്രീത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കായിക താരം സ്വന്തം റെക്കോർഡ് ഭേദിക്കുന്നതുപോലെ നമ്മുടെ നാട് പച്ചപ്പിന്റെ റെക്കോർഡ് ഭേദിക്കണമെന്ന് ചലച്ചിത്ര നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ അഭിപ്രായപ്പെട്ടു. ജൂൺ 23-ന് തൃക്കരിപ്പൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ നേതൃത്വത്തിൽ ഒളിമ്പിക് ഫോറസ്റ്റ് വൃക്ഷത്തൈ നടൽ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു തൈ നടുന്നത് ഒരു ഒളിമ്പിക് ഇനമാണ്. അത് ക്ഷമയുടെയും ഭാവിയുടെയും ഇനമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ പഠിച്ച വിദ്യാലയത്തിന്റെ മണ്ണിൽ വൃക്ഷം നടാൻ കഴിഞ്ഞത് അഭിമാനമായാണ് കരുതുന്നതായി ഉണ്ണിരാജ് പറഞ്ഞു. 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തായ്ലൻഡ് മാവിൻ തൈയാണ് സ്കൂൾ പ്രവേശന കവാടത്തിനടുത്ത് നട്ടത്. ലോക ഒളിമ്പിക്സ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചത് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഞാൻ എടുത്ത ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇവിടെല്ലാം ഓടിച്ചാടി കളിച്ച സ്ഥലമാണ്. അപ്പോൾ നമ്മളൊരു മരം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. സജീവട്ടനാണ് വിളിച്ചത്. പിന്നെ നമ്മളെ പപ്പമാഷ് എടുത്ത എച്ചമല്ലേ പപ്പമാഷയുടെ എച്ചമ്മ ഞാൻ ഇന്നാണ് അറിഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇത് സ്കൂളിന് ഏറ്റവും ഭയങ്കരമായിട്ട് ഗുണമുണ്ടാവും. കാരണം കലോത്സവം ഏത് പരിപാടിക്കും ഓടിച്ചാട്ടി നടക്കുന്നതാണ്. എല്ലാ മാഷും ഏറ്റവും പ്രിയപ്പെട്ട രാജശേഖരൻ മാഷ് പല സ്കൂളുണ്ടാകുമ്പോൾ ഞാൻ പോയി ഒരുപാട് പരിപാടിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം സ്കൂളിൻ്റെ ഇനിയില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ഉഷാറായി വരട്ടെ. ദിനാചരണ ഭാഗമായി കായികം, ഐക്യം, ഹരിതം എന്ന സന്ദേശമുയർത്തി ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും വരും ദിവസങ്ങളിൽ ഒളിമ്പിക് അസോസിയേഷൻ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നടും. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പ്രതീഷ് മീത്തൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം അച്യുതൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ടി ഗീത, സ്കൂൾ പ്രധാന അധ്യാപകൻ കെ വി പത്മനാഭൻ, ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം കെ രാജശേഖരൻ, പി വി അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. കെ വി രാമകൃഷ്ണൻ, എം രാമകൃഷ്ണൻ, ടി പവിത്രൻ, കെ വി ബാബു, കെ മധുസൂദനൻ, സജീവൻ വെങ്ങാട്ട്, മനോജ് പള്ളിക്കര, എം എം ഗംഗാധരൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഫാൻ ഷോ, റാലി, പെനാൽറ്റി ഷൂട്ടൌട്ട്, പ്രവചന മത്സരം എന്നിവ സംഘടിപ്പിച്ച് ലോകകപ്പിനെ വരവേറ്റ് രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 3 രാജ്യങ്ങളിലും 16 സ്റ്റേഡിയങ്ങളിലുമായി നടക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ആവേശം വാനോളമുയർത്തി രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ലോകകപ്പിനെ വരവേറ്റുകൊണ്ട് സ്കൂളിൽ വിദ്യാർത്ഥികൾ ഫാൻ ഷോ, വിവിധ ടീമുകളുടെ പതാകയേന്തിക്കൊണ്ട് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ റാലി, പെനാൽറ്റി ഷൂട്ടൌട്ട്, പ്രവചന മത്സരം എന്നിവ സംഘടിപ്പിച്ചു.
മെക്സിക്കോയിലെ ആസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 നടക്കുന്ന ആദ്യ മത്സരത്തിലെ മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക മത്സരത്തിലെ വിജയികളെയും ഗോൾ നിലയും പ്രവചിക്കുന്നവർക്ക് സമ്മാനമായി ഫുട്ബോൾ നൽകുന്ന പ്രവചന മത്സരം സംഘടിപ്പിച്ചിരുന്നു. സ്കൂളിൽ പ്രത്യേക ബോക്സ് തയ്യാറാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയാണ് രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ഫുട്ബോൾ മാമാങ്കത്തിൽ പങ്കാളികളാകുന്നത്. കൂടാതെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ പ്രത്യേക ഗോൾ പോസ്റ്റ് ഒരുക്കി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും അണിനിരന്ന സ്കൂൾ കവാടത്തിൽ നിന്നും ആരംഭിച്ച ഫാൻ ഷോയും റാലിയും പ്രത്യേക ശ്രദ്ധ നേടി. സ്കൂൾ PTA പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ മനുഷ്യരും ഒറ്റ അല്ലെങ്കിൽ ഒരു ബോർഡിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, പുതിയ ഒരു കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അസഹിഷ്ണുതയുടെ കാലമാണ്. ഒരു ഭാഗത്ത് യുദ്ധം നടക്കുകയാണ്, മറ്റൊരു ഭാഗത്ത് കലാപം നടക്കുകയാണ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള യുദ്ധവും കലാപമെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ ഫുട്ബോളിൻ്റെ വരവോടുകൂടി നാം അതെല്ലാം മതിമറന്ന് നാം ഇന്ന് രാത്രിയോടുകൂടി ഒരു ആഘോഷത്തിൻ്റെ തിരുവപ്പിലേക്ക് പോവുകയാണ്. സീനിയർ അസിസ്റ്റന്റ് P. ദിവ്യ അധ്യക്ഷത വഹിച്ചു. പ്രവചന മത്സരത്തിന്റെ ഉദ്ഘാടനം ബോക്സിൽ ആദ്യ പ്രവചന സ്ലിപ്പ് നിക്ഷേപിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ VK പ്രിയ നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ദീപ വിനോദൻ സംസാരിച്ചു. കായികാധ്യാപിക ലീമ സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSSPA കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഹോസ്ദുർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു ഏകദിന ശില്പശാല നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഏകദിന ശില്പശാല ഹോസ്ദുർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TS സലീം ഉദ്ഘാടനം ചെയ്തു. സർവീസ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊതുവായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയേണ്ടതാണ് ഉദ്ഘാടനത്തെ ചുമതല. അത് മുൻകൂട്ടി തന്നെ തയ്യാറാക്കി നമ്മുടെ 25 സംസ്ഥാന ഭാരവാഹികൾക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് പറയേണ്ടതെന്ന് ഇത് അവതരിപ്പിക്കുന്ന ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അതൊക്കെ അവതരിപ്പിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ശില്പശാല ഒരു ദിവസം ഇത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മണ്ഡലം പ്രസിഡന്റ് NK ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി K. ബാലകൃഷ്ണൻ നായർ പെരിയോക്കി സ്വാഗതം പറഞ്ഞു. തുടർന്ന് നടന്ന യോഗത്തിൽ C. രത്നാകരൻ, K. സരോജിനി, KP ബാലകൃഷ്ണൻ, MK ദിവാകരൻ, ചന്ദ്രൻ നാലപ്പാടം എന്നിവർ വിഷയം അവതരിപ്പിച്ചു. KK ഹരിശ്ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം.
ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. വേൾഡ് കപ്പ് ഫുട്ബോളിനെ വരവേറ്റ് മടിക്കൈ ചെഗുവേര സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വിളംബര റാലി ശ്രദ്ധേയമായി. വേൾഡ് കപ്പിനെ വരവേറ്റ് മടിക്കൈ തോട്ടിനാട്ട് ചെഗുവേര സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് വേൾഡ് കപ്പിനെ വരവേറ്റ് വിളംബര റാലി സംഘടിപ്പിച്ചത്. ഈ ധന്യവേളയിൽ മടിക്കൈ തോട്ടിനാട്ട് ചെഗുവേര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വേൾഡ് കപ്പ് വിളംബര ബൈക്ക് റാലിയാണ് ഈ വഴിപ്പാറയെ ധന്യമാക്കിക്കൊണ്ട് നടന്നു വരുന്നത്. ചെഗുവേര നഗറിൽ നിന്നുമാണ് വിളംബര റാലി ആരംഭിച്ചത്. CPIM മടിക്കൈ ലോക്കൽ സെക്രട്ടറി വിജയൻ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ശ്യാമള, മുകേഷ് എന്നിവർ പങ്കെടുത്തു. ചെഗുവേര ക്ലബ് ഭാരവാഹികൾ നേതൃത്വം നൽകി. നിരവധി ആരാധകർ വിവിധ രാജ്യത്തിലെ ജേഴ്സി ധരിച്ചും ഫ്ളാഗ് വീശിയും വിളംബര റാലിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉദിനൂരിൽ ലോകകപ്പ് ഫുട്ബോളിനെ വരവേറ്റ് വിളംബര റാലി നടത്തി. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ 1500-ൽ പരം വരുന്ന വിദ്യാർത്ഥികളാണ് വരവേൽപ്പ് റാലി നടത്തിയത്. കാസർഗോഡ് ജില്ലയിലും സംസ്ഥാന ദേശീയ കായിക മേളകളിലും മികവ് പുലർത്തിവരുന്ന സ്കൂളിന്റെ നേതൃത്വത്തിൽ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയിൽ നടന്ന റാലി ഉദിനൂർ സെൻട്രലിൽ മുൻ ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ താരം M. സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ രാഷ്ട്രങ്ങളിലെ ഫുട്ബോൾ ടീമുകളുടെ ചായം മുഖത്തു പൂശി, ഇഷ്ട ടീമുകളുടെ പതാകകൾ വീശി, ടീം ജേഴ്സികൾ അണിഞ്ഞ് കാൽപന്തുകളിയുടെ ആവേശം ഗ്രാമത്തിൽ നിറച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന യോഗത്തിൽ M. സുരേഷ് സന്ദേശം നൽകി. PTA പ്രസിഡന്റ് VM വിനോദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ PV ലീന, പ്രധാന അധ്യാപിക K. ലത, EV മനോജ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ P. മോഹനൻ, രൂപ മനിയേരി, OP ബാബു, CP വത്സരാജ്, PM അനിൽകുമാർ, K. ഷിബു, PV വിജയശ്രീ, ഷിൻസി ചന്ദ്രൻ എന്നിവർ വിദ്യാർത്ഥികൾക്കൊപ്പം വരവേൽപ്പ് റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മുസ്ലിം ലീഗിനും സമസ്തയ്ക്കും സമൂഹത്തിനും സമുദായത്തിനും തണലേകിയ നായകനായിരുന്നു മെട്രോ മുഹമ്മദ് ഹാജി എന്ന് പ്രഗത്ഭ പണ്ഡിതനും സമസ്ത ജില്ലാ മുഷാവറ അംഗവുമായ ഇബ്രാഹിം മുസ്ലിയാർ കോവൽപ്പള്ളി. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച മെട്രോ അനുസ്മരണ പ്രാർത്ഥനാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിനും സമസ്തയ്ക്കും സമൂഹത്തിനും സമുദായത്തിനും തണലേകിയ നായകനായിരുന്നു മെട്രോ മുഹമ്മദ് ഹാജി എന്ന പ്രഗത്ഭ പണ്ഡിതനും സമസ്ത ജില്ലാ മുഷാവറ അംഗവുമായ ഇബ്രാഹിം മുസ്ലിയാർ കോവൽപ്പള്ളി അഭിപ്രായപ്പെട്ടു. തന്റെ ആരോഗ്യവും സമ്പത്തും സ്വാധീനവും മറ്റുള്ളവർക്കായി നീക്കിവെച്ച മെട്രോയെപ്പോലെ അധികം ആൾക്കാരുണ്ടാവില്ല. ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ സർവ്വമതസ്ഥരെയും ചേർത്തുപിടിച്ച് അവരുടെയെല്ലാം സുസ്ഥിതിക്ക് വേണ്ടി ത്യാഗം ചെയ്ത മെട്രോയെ മനുഷ്യനുള്ളിടത്തോളം കാലം മറക്കുകയില്ല എന്നും അദ്ദേഹം തുടർന്നു പറഞ്ഞു.
കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച മെട്രോ അനുസ്മരണ പ്രാർത്ഥനാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സംഘടന നമുക്ക് സമുദായത്തിന് സമസ്തൻ്റെ പണ്ടേ സമസ്തൻ്റെ കൂടെയുള്ള ആളാണ്. ചെറുപ്പം മുതലേ സമസ്തൻ്റെ കൂടെയുള്ള ആളാണ്. അതോടുകൂടെ സ്ത്രീ ലീഗും രണ്ട് സംഗതിയാണ് കേരളത്തിൽ മുസ്ലിം സമുദായം അംഗീകരിക്കപ്പെട്ടത്. ഒന്ന് രാഷ്ട്രീയമായിട്ട് പൊതു കാര്യങ്ങളായിട്ട് ഈ സമൂഹത്തിൻ്റെ രക്ഷകരായിട്ട് രാഷ്ട്രീയ പാർട്ടിയായ നമ്മുടെ ലീഗും ഈ വിഷയത്തിൽ സംശയം പണ്ടേ ഞാൻ മലപ്പുറം ജില്ലയിലൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ സംസാരിക്കുന്ന വിഷയമാണ്. ഒരുപാട് ഗുണങ്ങൾ ഈ രാഷ്ട്രീയം കൊണ്ട് സമുദായത്തിന് കിട്ടിയത് നമുക്ക് അറിയാം. പണ്ട് ആലപ്പാടിൽ ഒരു നബിദിന യോഗത്തിൽ അക്രമം ഉണ്ടായപ്പോൾ ആകെ നാട്ടിൽ ഗർഭം വന്നപ്പോൾ സജീവമായി പറഞ്ഞു ഇത് വ്യാപിക്കാതിരിക്കാൻ വേണ്ടി വേണ്ടത് ചെയ്യണം ഉടനെ എന്നൊക്കെ പറഞ്ഞ് ജോറാക്കി ചെയ്തു. പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. KE ബക്കർ, അഡ്വക്കേറ്റ് NA ഖാലിദ്, 14 അബ്ദുറഹ്മാൻ, AP ഉമ്മർ, A ഹമീദ് ഹാജി, ഖദീജ ഹമീദ്, ഷംസുദ്ദീൻ ആവിയിൽ, CH അഹമ്മദ് കുഞ്ഞി ഹാജി, ഇബ്രാഹിം പാലാട്ട്, CK റഹ്മത്തുള്ള, തെരുവത്ത് മൂസ ഹാജി, ഹമീദ് ചേരക്കാടത്ത്, MS ഹമീദ് ഹാജി, PM ഫാറൂഖ്, താജുദ്ദീൻ കമ്മാടം, ബഷീർ കോവൽപ്പള്ളി, T അന്തുമാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മാവുങ്കാലിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നാവശ്യം BMS അജാനൂർ പഞ്ചായത്ത് സമ്മേളനം നടന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മാവുങ്കാലിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നും കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ജംഗ്ഷനിൽ അണ്ടർപാസ് നിർമ്മിക്കുകയും സർവീസ് റോഡിനു വേണ്ടി അനുവദിച്ച മുഴുവൻ സ്ഥലവും ഏറ്റെടുക്കണമെന്നും മാവുങ്കാലിൽ എത്രയും പെട്ടെന്ന് ബസ് വേ നിർമ്മിക്കണമെന്നും BMS അജാനൂർ പഞ്ചായത്ത് സമ്മേളനം ആവശ്യപ്പെട്ടു. മാവുങ്കാൽ ഉദയ ക്ലബിൽ നടന്ന സമ്മേളനം BMS അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരീഷ് കാട്ടുകുളങ്ങരയുടെ അധ്യക്ഷതയിൽ BMS ഹൊസൂർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ചെമ്പിലോട്ട് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള യൂണിയൻ ഒരു വർഷത്തിലൊരിക്കൽ യൂണിറ്റ് മാനസിക സമ്മേളനം നടത്തിക്കൊണ്ട് തങ്ങളുടെ പ്രവർത്തനം വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ BMSന്റെ പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചായത്തിൽ 3 വർഷത്തിലൊരിക്കലാണ് നമ്മുടെ പഞ്ചായത്ത് സമ്മേളനം നടക്കുന്നത്. ആ പഞ്ചായത്ത് സമ്മേളനത്തിൽ നമ്മൾ 3 വർഷക്കാലം നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വിശദമായി പരിശോധിച്ച് നമ്മൾ എവിടെയൊക്കെയാണോ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കാത്തത് അതിനെക്കുറിച്ച് വളരെ കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ട് വരുന്ന 3 വർഷത്തിലേക്കുള്ള നമ്മുടെ പ്രവർത്തനത്തെ പ്ലാൻ ചെയ്യുന്ന ഒരു സമ്മേളനമാണ് ഈ വാർഷിക സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കുണ്ടായിട്ടുള്ള കോട്ടങ്ങൾ BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ വാഴക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗീതാ ബാബുരാജ്, മേഖലാ സെക്രട്ടറി അജയൻ പുതിയകണ്ഠം, സുധീഷ് മുത്തപ്പൻതറ, ചന്ദ്രൻ കോട്ടപ്പാറ, രാജേഷ് പൊള്ളക്കട എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി വിനു പുതിയകണ്ഠവും വരവ് ചെലവ് കണക്ക് ട്രഷറർ കോമളിനും അവതരിപ്പിച്ചു. അശോകൻ മേലത്ത് പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് സംഘടനാ ചർച്ചയും നടന്നു. പുതിയ ഭാരവാഹി പ്രഖ്യാപനവും സമാരോഹ പ്രഭാഷണവും BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി മിനി ശ്രീനിവാസൻ നിർവഹിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി വിനു പുതിയകണ്ഠത്തെയും സെക്രട്ടറിയായി ദിബീഷ് പടിഞ്ഞാറേക്കരയെയും ട്രഷററായി ഗിരീഷ് എന്നിവരെയും തെരഞ്ഞെടുത്തു. സുരേഷ് കാട്ടുകുളങ്ങര സ്വാഗതവും ദിബീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 2026 ലോക ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായ പാനൽ ചർച്ചയും സെമിനാറും സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പ്ലാനിംഗ് ഓഫീസ് ഹാളിലാണ് പരിപാടി നടന്നത്. ദ ഷിഗല്ലോസിസ് ഡിബാക്കിൾ എന്ന പ്രധാന വിഷയത്തെ ആസ്പദമാക്കിയാണ് പാനൽ ചർച്ച സംഘടിപ്പിച്ചത്. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന ഇത്തരം രോഗങ്ങളെ എപ്രകാരം പ്രതിരോധിക്കാമെന്നും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ചർച്ചയിൽ വിദഗ്ധർ ഊന്നിപ്പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിന്
ജില്ലയുടെ ഈ ഫുഡ് സേഫ്റ്റി ഹെഡ് കൈകാര്യം ചെയ്യുന്ന ഓഫീസേഴ്സിനും പ്രത്യേകം ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഇത് നമുക്ക് മാത്രമല്ല, നമുക്കറിയാം ആഹാരം, പാർപ്പിടം, വസ്ത്രം, ഇത് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളാണ്. അതിൽ ഏറ്റവും ആഹാരമില്ലാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ഇന്ന് നമ്മൾ എന്ത് കഴിക്കും അല്ലെങ്കിൽ എന്ത് കുടിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്, അല്ലാതെ മറ്റു കാര്യങ്ങളല്ല. കാരണം നമുക്ക് ആദ്യം ഏറ്റവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശപ്പാണ് അയാളെ എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നത്. വിശപ്പാണ് പലപ്പോഴും മനുഷ്യനെ നല്ലവനാവുന്നതും ചീത്തയാക്കുന്നതും ഒക്കെ അയാളെ ആ വിശപ്പിന്റെ ആ ഒരു ഇതാണ്. അപ്പം വിശപ്പ് ഉള്ള ഒരാൾക്ക് ആഹാരം കൊടുക്കുന്നത് ഒരു വലിയ പുണ്യമാണ്. ആ ഒരു വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ ഓരോ ഹോട്ടലിലും ഓരോ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളുടെയും ഏറ്റവും വലിയൊരു പുണ്യമായിട്ടാണ് നമ്മൾ ആഹാരം ഒരാൾക്ക് കൊടുക്കുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആശുപത്രി ഒരു ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഹോട്ടലിലെ ശരിക്കും അതിന്റെ ഓണർ ആ ഓരോ വ്യക്തിയെയും വളരെ സൂക്ഷ്മം അവർക്ക് എങ്ങനെ ഏറ്റവും സന്തോഷകരമായി അവരുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തു പോകാനായിട്ട് അവരെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചു. പല ഹോട്ടലുകളിലും കയറി ചെന്ന് കഴിഞ്ഞാൽ അവര് എന്താ പറയാ, ഇടയ്ക്കിടയ്ക്ക് വന്ന്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്ന് അവര് ചോദിക്കും എങ്ങനെയുണ്ട് ആഹാരം, എന്താ വേണ്ടത്, ഇനി അഡീഷണൽ എന്ത് വേണം എന്ന് ചോദിക്കുന്ന ഒരുപാട് ഹോട്ടലുകളുണ്ട്. അപ്പൊ അത്രയും കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുന്ന ഒരാളുടെ ഒരു ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ ഈ ഹോട്ടലിൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രദീപ് കുമാർ VK, ICAR CPCRA ശാസ്ത്രജ്ഞ ഡോക്ടർ ഹിമ ജോൺ, കാസർഗോഡ് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജയ്, KHRA ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര, ബേക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അജിത് എന്നിവർ പാനലിസ്റ്റുകളായി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കാസർഗോഡ് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ സംഗീത് S ചർച്ചയുടെ മോഡറേറ്ററായിരുന്നു. തുടർന്ന് ഉപയോഗിച്ച പാചക എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ഇത് തടയാൻ ലക്ഷ്യമിട്ടുള്ള റൂക്കോ പദ്ധതിയെക്കുറിച്ചും കാസർഗോഡ് നോഡൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഡോക്ടർ ആദിത്യൻ PB പ്രത്യേക സെമിനാർ നയിച്ചു. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, വ്യാപാരികൾ, NSS വോളണ്ടിയേഴ്സ്, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരിടവേള കൂടി. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangad. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ
30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. സമസ്തയ്ക്ക് മുമ്പും കേരളത്തിൽ ഉലാമാക്കളുടെ ദീനീ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നുവെന്ന് കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാനും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറിയുമായ എൻ അലി അബ്ദുള്ള അഭിപ്രായപ്പെട്ടു. ചെറുവത്തൂരിൽ നടന്ന മുസ്ലിം ജമാഅത്ത് തൃക്കരിപ്പൂർ സോൺ പ്രമേയ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ 100 പ്രകാശ വർഷങ്ങൾ എന്ന ശീർഷകത്തിലാണ് സമസ്ത സെന്റിനറിയുടെ ഭാഗമായി സോൺ പ്രമേയ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങ് കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് എബി അബ്ദുള്ള മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ തുടക്കം എന്ന് തൊട്ടെന്ന് ചോദിച്ചാൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാലം മുതൽ എന്നാണ് അതിന്റെ ഉത്തരം. സ്വഹാബത്തിന്റെ സാന്നിധ്യം കൊണ്ടും അവരുടെ നേതൃത്വം കൊണ്ടും അവരുടെ ദഅവത്ത് കൊണ്ടും കേരളീയ സമൂഹം അനുഗ്രഹീതമായി. ആ ആദ്യകാലത്തെ ആത്മീയവും ഭൗതികവും ധാർമ്മികവുമായ പാരമ്പര്യ വഴിയിലൂടെയാണ് കേരളീയ മുസ്ലിങ്ങൾ ഇന്നും ചരിച്ചത്. സോൺ പ്രസിഡന്റ് MD അബ്ദുൽ ജലീൽ സഖാഫി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് സൈഫുല്ല സഅദി പ്രാർത്ഥന നടത്തി. ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് ആദർശ പ്രഭാഷണം നടത്തി. സോൺ സെക്രട്ടറി ടി നൌഷാദ് മാസ്റ്റർ, യൂസഫ് മദനി, MTP ഇസ്മായിൽ സഅദി, ഷാഹിദ് പെട്ടിക്കുണ്ട്, MTP ഷക്കീർ മാസ്റ്റർ, MA അബ്ദുൽ വഹാബ്, അഹമ്മദ് കെ മാണിയൂർ, EK അബൂബക്കർ, VN ഇസ്മായിൽ ഹാജി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സൗഹൃദ കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ റാണിപുരം വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ റാണിപുരത്ത് മഞ്ഞൾ കൃഷി ആരംഭിച്ചു. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് P രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. കേരള വനം വന്യജീവി വകുപ്പിന്റെ മിഷൻ കൃഷി പുനരുജ്ജീവനവും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പദ്ധതിയുടെ ഭാഗമായി വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വനം പരിസ്ഥിതി സൗഹൃദ കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റാണിപുരം വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ റാണിപുരത്ത് മഞ്ഞൾ കൃഷി ആരംഭിച്ചു. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് P രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യുന്നതിനും അത് വിപണിയിൽ വിറ്റഴിക്കുന്നതിനുമുള്ള സംവിധാനങ്ങളെല്ലാം അതിലുണ്ടാവും. അപ്പോൾ നമുക്ക് വലിയ ഷോപ്പിംഗ് മാളുകളിലൊക്കെ ഈ സാധനം വലിയ പ്രൊഡക്റ്റ് ആയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പം നിങ്ങൾക്ക് ഇപ്പം മഞ്ഞൾ നേരിട്ട് വിറ്റാൽ ഒരു കിലോയ്ക്ക് ഒരു 30 രൂപ 40 രൂപ ഒക്കെ കിട്ടുന്ന സമയത്ത് അത് ഒളിയോറിസിൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ സത്തെടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് വിൽക്കുന്നതെങ്കിൽ ഒരു കിലോയ്ക്ക് 600-700 രൂപ വിലയുണ്ട്. അപ്പോൾ അതിന്റെ ഫൈനൽ ഗുണം പോലും കർഷകർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇത് പ്രോസസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വൻതൻ വികാസ് കേന്ദ്രകൾ നമ്മൾ നാളെയാണ് അതിന്റെ മീറ്റിംഗ് നടക്കുന്നത്. 1 മാസത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വനസംരക്ഷണ സമിതിയിലെ എല്ലാ അംഗങ്ങളെയും വൻതൻ വികാസ് കേന്ദ്രത്തിൽ അംഗമാകുന്നതിന് ക്ഷണിക്കുന്നു. കാസർഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ജോസ് മാത്യു മുഖ്യാതിഥിയായി. റാണിപുരം വനസംരക്ഷണ സമിതി പ്രസിഡന്റ് S മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B സുരേഷ്, പനത്തടി പഞ്ചായത്ത് അംഗം M ഷിബു, കാഞ്ഞങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K രാഹുൽ, പനത്തടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ MP രാജു, പനത്തടി കൃഷി ഓഫീസർ VV മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. വനസംരക്ഷണ സമിതി സെക്രട്ടറി AK ഷിഹാബുദ്ദീൻ സ്വാഗതവും ട്രഷറർ MK സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, റാണിപുരം. കാഞ്ഞങ്ങാട് നഗരസഭ ജനകീയാസൂത്രണം 2025ന്റെ ഭാഗമായി മുച്ചക്ര വാഹനത്തിന്റെ വിതരണം നടന്നു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാരുടെ ഉന്നമനവും സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പ്രോത്സാഹനവും ലക്ഷ്യമാക്കി കാഞ്ഞങ്ങാട് നഗരസഭ 8 പേർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11.40 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഈ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയത്. AC കണ്ണൻ നായർ പാർക്കിൽ നടന്ന വിതരണ ചടങ്ങ് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ആ സഹോദരന്മാരെ കൈപിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് നഗരസഭ ഇവിടെ നിർവഹിക്കുന്നത്. നമ്മുടെ നഗരസഭയിൽ ഇതുവരെ ആനുകൂല്യം കൈപ്പറ്റാണ് ജില്ലാ പഞ്ചായത്തിൻ്റെത് നേരത്തെ കൊടുത്തിട്ടുണ്ട്.
കാഞ്ഞങ്ങാട് നഗരസഭ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആളുകൾക്ക് വാഹനം കൊടുക്കുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ കൂടി അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ഈ വാഹനം കൊടുക്കും. കാഞ്ഞങ്ങാട്ട് ജനത ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഈ നഗരസഭയുടെ ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. ആ നിലയിൽ ഓരോ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കണം എന്നതാണ് നഗരസഭ ലക്ഷ്യം വയ്ക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നതാണ് അതിൻ്റെ ആദ്യ നിർവഹണമാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ മുഖ്യപ്രവാഹനം വിതരണം ചെയ്തുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം സുമതി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം പി ജാഫർ, മുഹമ്മദ് മുറിയനാവി, ഫൗസിയ ഷെരീഫ്, നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ ഗൌരിശ്രീ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാജപുരം ഹോളി ഫാമിലി സ്കൂളിന് രാജപുരം പൗരസമിതിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു. കളാർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രജിത ഉദ്ഘാടനം നിർവഹിച്ചു. രാജപുരം ഹോളി ഫാമിലി സ്കൂളിന് രാജപുരം പൗരസമിതിയുടെ സ്നേഹാദരവ് സംഘടിപ്പിച്ചു. രാജപുരം പാരിഷ് ഹാളിലാണ് പരിപാടി നടന്നത്. കളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രജിത ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒന്നുകൂടെ ഉത്തരവാദിത്തം കൂടി വരികയാണ്. കാരണം നല്ല മികവുറ്റ സ്കൂള് എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം മുൻപോട്ടും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും കൂടി തന്നെയാണ്. രാജപുരം ഹോളി ഫാമിലി സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസ് അരീച്ചിറ അധ്യക്ഷത വഹിച്ചു. AK വിനോദ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. MM സൈമൺ, PL റോയ്, അബ്രഹാം KO, KT മാത്യു, N മധു, AC ബാലകൃഷ്ണൻ, K ഗോപി, SM ജോണി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ജെന്നി കുര്യൻ സ്വാഗതം പറഞ്ഞു. സജി മാത്യു നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സജോ സൈമൺ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, രാജപുരം. കാസർഗോഡ് നഗരസഭയ്ക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കണമെന്ന് ആവശ്യം ഉയരുന്നു. നഗരസഭാ അധ്യക്ഷ ഷഹിദ സലീം മന്ത്രി KM ഷാജിക്ക് നിവേദനം നൽകി. കാസർഗോഡ് നഗരസഭയ്ക്ക് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജില്ലയുടെ ആസ്ഥാന നഗരമായ കാസർഗോഡ് പ്രവർത്തിക്കുന്ന നഗരസഭാ ഓഫീസ് കെട്ടിടം കാലപ്പഴക്കവും സ്ഥലപരിമിതിയും കാരണം ഗുരുതരമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്ത് കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം ചോർന്നു വീഴുന്നതും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും ഓഫീസ് പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതായി നഗരസഭാധ്യക്ഷ ഷാഹിന സലീം മന്ത്രി KM ഷാജിക്ക് നൽകിയ നിവേദനത്തിൽ പറയുന്നു. നിലവിലുള്ള കെട്ടിടം 1968 നവംബർ 26 നിർമ്മാണം തുടങ്ങി 1978 ജൂൺ 23 ഉദ്ഘാടനം നടത്തിയത്. നഗരസഭയുടെ ചരിത്രത്തിലെ ഒട്ടേറെ സുപ്രധാന തീരുമാനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഈ കെട്ടിടം ഇന്ന് അറ്റകുറ്റപ്പണികൾ കൊണ്ട് മാത്രം നിലനിർത്തുവാനാകാത്ത അവസ്ഥയിലാണ്. കാലപ്പഴക്കത്താൽ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലെയും കോൺക്രീറ്റ് ഇളകിയതിനാൽ ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും സുരക്ഷാ ഭീഷണിയുമാകുന്നു. കൂടാതെ പഴയ ഫയലുകൾ ആവശ്യമായ സംഭരണ സൗകര്യമില്ലാത്തതിനാൽ തറയിലും വരാന്തകളിലും കൂട്ടിയിട്ടിരിക്കുകയാണ്. വൈദ്യുതി വയറിങ്ങുകളും കാലഹരണപ്പെട്ടതും അപകട സാധ്യത നിറഞ്ഞതുമായ നിലയിലുമാണ്. ജില്ലയുടെ ആസ്ഥാന നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഈ നഗരസഭാ ഓഫീസിലേക്ക് ദിനംപ്രതി 100 കണക്കിന് ആളുകളാണ് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നത്. സംസ്ഥാനത്തെ പ്രധാന ഫസ്റ്റ് ഗ്രേഡ് നഗരസഭകളിലൊന്നായ കാസർഗോഡ് നഗരസഭയ്ക്ക് നിലവിലെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ഓഫീസ് സമുച്ചയം അനിവാര്യമാണ്. ഓഫീസ് കെട്ടിടം പുതുക്കി പണിയുന്നതിനായി കഴിഞ്ഞ സർക്കാർ ബജറ്റിൽ 3 കോടി രൂപ വകയിരുത്തിയിരുന്നുവെങ്കിലും തുടർ നടപടികൾ കാര്യമായ പുരോഗതിയില്ല. അതിനാൽ പദ്ധതിയുടെ നടപടികൾ വേഗത്തിലാക്കുകയും പുതിയ ബജറ്റിൽ ആവശ്യമായ 7 കോടി രൂപ കൂടി അനുവദിക്കുകയും ചെയ്ത് നഗരസഭയ്ക്ക് ആധുനികവും സുരക്ഷിതവുമായ പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് സർക്കാർ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ 25-കാരിക്കെതിരെ പോലീസ് കേസെടുത്തു. തളിപ്പറമ്പ് പുളിപ്പറമ്പ സ്വദേശി സ്നേഹ മെർലിനെതിരെയാണ് മേൽപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത്. പ്രതിക്കെതിരെ സഹോദരങ്ങളായ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പീഡിപ്പിച്ചതുൾപ്പെടെ 4 കേസുകൾ നിലവിലുണ്ട്.
കാഞ്ഞങ്ങാട് നഗരത്തിൽ സ്ഥാപനത്തിന് തീപിടിച്ചു. തീപിടുത്തത്തിൽ 8 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. ട്രോളിംഗ് കാലത്ത് ഗുണമേന്മയുള്ള മത്സ്യലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ മൺസൂൺ മത്സ്യസമൃദ്ധി പദ്ധതിയുടെ വിളവെടുപ്പ് കവ്വായിക്കായലിൽ തുടക്കമിട്ടു. വലിയപറമ്പ് പഞ്ചായത്തിലെ മടക്കാലിൽ പവിത്രൻ എന്ന കർഷകന്റെ പച്ചക്കാലൻ ഞണ്ട് വിളവെടുപ്പ് നടത്തി. കായിക താരം സ്വന്തം റെക്കോർഡ് ഭേദിക്കുന്നതുപോലെ നമ്മുടെ നാട് പച്ചപ്പിന്റെ റെക്കോർഡ് ഭേദിക്കണമെന്ന് ചലച്ചിത്ര നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ അഭിപ്രായപ്പെട്ടു. ജൂൺ 23-ന് തൃക്കരിപ്പൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഒളിമ്പിക് ഫോറസ്റ്റ് വൃക്ഷത്തൈ നടൽ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫാൻ ഷോ, റാലി, പെനാൽറ്റി ഷൂട്ടൌട്ട്, പ്രവചന മത്സരം എന്നിവ സംഘടിപ്പിച്ച് ലോകകപ്പിനെ വരവേറ്റ് രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KSSPA കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു ഏകദിന ശില്പശാല നടന്നത്. വേൾഡ് കപ്പ് ഫുട്ബോളിനെ വരവേറ്റ് മടിക്കെ ചെഗുവര സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വിളംബര റാലി ശ്രദ്ധേയമായി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.